പൊതുഗതാഗത രംഗത്ത് വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലെ സാമ്പത്തിക മാനദണ്ഡങ്ങളെ ചൊല്ലി സർക്കാരും KSRTCയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഏറെ പ്രതീക്ഷയോടെ ആവിഷ്കരിച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി ജൂൺ 15 മുതൽ നിലവിൽ വരുന്ന സുപ്രധാനമായ ഒരു ജനക്ഷേമ നടപടിയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിക്കുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് യാതൊരുവിധ വരുമാന പരിധികളോ പ്രായപരിധികളോ ഇല്ലാതെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്ര ചെയ്യാം എന്നതാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് യാത്രാക്ലേശമില്ലാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നതിനൊപ്പം ഗതാഗത സൗകര്യങ്ങൾ ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യമായി ലഭ്യമാക്കുക എന്ന സർക്കാർ നയം നടപ്പിലാക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സൗജന്യ യാത്രാ പദ്ധതി എന്ന നിലയിൽ സാമൂഹികമായ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും മുൻനിർത്തി സർക്കാർ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇതിനെ കാണുന്നത്. നിത്യവും ജോലി സ്ഥലങ്ങളിലേക്കും വിദ്യാഭ്യാസ മേഖലകളിലേക്കും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമായിരിക്കുമെന്നും അവരുടെ യാത്രാ ചെലവുകളിൽ ഗണ്യമായ കുറവുണ്ടാക്കി കുടുംബ സാമ്പത്തിക ഭദ്രതയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നുമാണ് സർക്കാർ വിലയിരുത്തുന്നത്. പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പൊതുയിടങ്ങളിൽ സഞ്ചരിക്കാനുള്ള ആത്മവിശ്വാസം നൽകാനും പ്രിയദർശിനി പദ്ധതിയിലൂടെ സാധിക്കുമെന്നും സർക്കാർ വിഭാവനം ചെയ്യുന്നു. പ്രിയദർശിനി പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് KSRTCയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന തർക്കത്തിന്റെ പ്രധാന കാരണം സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ ചൊല്ലിയുള്ള ഭിന്നാഭിപ്രായങ്ങളാണ്. പദ്ധതി വഴി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എങ്ങനെ നികത്തുമെന്ന കാര്യത്തിൽ KSRTC വളരെ ഗൗരവകരമായ ആശങ്കയാണ് ഉയർത്തുന്നത്. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ ഇതിനാവശ്യമായ തുക മുൻകൂറായി അനുവദിക്കണമെന്നാണ് KSRTCയുടെ കർശനമായ ആവശ്യം. ഇങ്ങനെ മുൻകൂറായി ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അത് കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രത്യേകിച്ച് ഇന്ധന കമ്പനികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധന സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമെന്നും KSRTC അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യത്യസ്തമാണ്. സൗജന്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കുന്നതിനായി ബസ്സുകളിൽ നൽകുന്ന സീറോ ടിക്കറ്റുകൾ ഓരോ മാസവും അവസാനം കൃത്യമായി പരിശോധിച്ച് ആ മാസത്തിൽ യഥാർത്ഥത്തിൽ ചെലവായ തുക മാത്രം കണക്കാക്കി KSRTCക്ക് കൈമാറാമെന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ചുള്ള ഈ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളും നിലപാടുകളും പദ്ധതിയുടെ സുഗമമായ തുടക്കത്തിന് വലിയൊരു തടസ്സമായി നിൽക്കുകയാണ്. KSRTCയുടെ ആശങ്കകൾക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. നിലവിൽ ഇന്ധന കമ്പനികളുമായി 45 ദിവസത്തെ ക്രെഡിറ്റ് വ്യവസ്ഥയിലാണ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. ഇന്ധന വിലയിൽ നിന്ന് ഒരു നിശ്ചിത തുക കുറച്ചാണ് കമ്പനികൾ ഇന്ധനം നൽകുന്നത്. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഓർഡിനറി ബസ്സുകളിൽ ടിക്കറ്റ് വരുമാനം കുത്തനെ കുറയും. ഇത് കോർപ്പറേഷന്റെ ദൈനംദിന വരുമാനത്തെ ബാധിക്കുകയും തൽഫലമായി ഇന്ധന കമ്പനികൾ ഈ സബ്സിഡി ആനുകൂല്യം റദ്ദാക്കുമോ എന്ന ഭയം KSRTC മാനേജ്മെന്റിനുമുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ KSRTCക്ക് പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെയും വർഷത്തിൽ 750 മുതൽ 800 കോടി രൂപ വരെയും വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഭീമമായ തുക കൃത്യസമയത്ത് ലഭിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് പ്രായോഗികമല്ലെന്നാണ് കോർപ്പറേഷന്റെ വാദം. ഈ തർക്കങ്ങൾക്കിടയിലും പദ്ധതിയുടെ ഉദ്ഘാടനം തകൃതിയായി നടക്കുകയാണ്. തിങ്കളാഴ്ച തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ നടത്തുന്ന ഉദ്ഘാടന യാത്രയിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും. എന്നാൽ KSRTC ജീവനക്കാരുടെ സംഘടനകൾ ഇതിനകം തന്നെ പ്രതിഷേധത്തിന്റെ പാതയിലാണ്. ജൂൺ 15-ന് KSRTC തടയുമെന്നും പദ്ധതിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും മെൻസ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണെങ്കിലും KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടെ അനിവാര്യം. ധനകാര്യ വകുപ്പുമായി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കുമ്പോഴും ഒരു പരിഹാര മാർഗം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. മുൻകൂറായി പണം നൽകുകയോ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും കണക്ക് നോക്കി കൃത്യമായ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഈ പദ്ധതിക്ക് സുഗമമായ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കുകയുള്ളൂ.